ഇസ്രായേലിൻ്റെ പലസ്തീൻ അധിനിവേശം അവസാനിപ്പിക്കാനും എബ്രഹാം കരാർ പുനഃസ്ഥാപിക്കാനുമുള്ള സാധ്യതകൾ തെളിയുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ മുൻകൈയെടുത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ട്രംപ് ഇതിനായി നീക്കങ്ങൾ തുടങ്ങിയതായും സൂചനകളുണ്ട്. ഈ നീക്കങ്ങൾ മിഡിൽ ഈസ്റ്റിൽ പൂർണ്ണ സമാധാനം കൊണ്ടുവരുമോ? ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകുമോ? ഗസയിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ട ഘട്ടത്തിലാണ് നാം ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇതുവരെ പല നീക്കങ്ങളും നടത്തിയെങ്കിലും ബെഞ്ചമിൻ നെതന്യാഹു ഇത്തരത്തിൽ ഒരു സമവായത്തിന് തയ്യാറായിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ നെതന്യാഹു ഇങ്ങനെയൊരു നീക്കം നടത്തുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? ആ കാരണം എന്താണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എന്തിനാണ് യുദ്ധം തുടങ്ങിയത് എന്നുള്ള ചോദ്യത്തിലാണ്, അതിനുള്ള ഉത്തരത്തിലാണ്. അതിൻ്റെ കാരണം ഈ യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു? ഗസ എന്തിനാണ് ഇത്രയും മാരകമായ രീതിയിൽ ഇത്രയും 10-21 മാസത്തോളമായി ബോംബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ആ ബോംബിങ് തുടർന്നുകൊണ്ടിരിക്കവേ ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ പോയി ആക്രമണം നടന്നു. അതെന്തിനാണ്? ഈ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. ഒന്ന്, നെതന്യാഹുവിനെതിരെ 3 കേസുകളുണ്ട്. ആ കേസുകൾ ഇപ്പോൾ ഈ ഇറാൻ യുദ്ധത്തിൻ്റെ സീസ് ഫയർ ഉണ്ടായതിനു ശേഷം അതിൻ്റെ ട്രയൽ ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ ആ ട്രയൽ തുടങ്ങാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇസ്രായേൽ യുദ്ധത്തിലായിരിക്കണം, പൂർണ്ണസമയ യുദ്ധത്തിലായിരിക്കണം. അതല്ലെങ്കിൽ കോടതി തന്നെ, ജുഡീഷ്യറി തന്നെ അത് എന്ത് ചെയ്യണം? മാറ്റി വയ്ക്കണം. ഇപ്പോൾ നമ്മളിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള വിശദമായ പോസ്റ്റുണ്ട്. ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് ബിബി ഈസ് എ വാർ ഹീറോ. അതായത് നെതന്യാഹു ഒരു യുദ്ധവീരനാണ്. അദ്ദേഹം വളരെ ഹീറോയിക് ആയിട്ടുള്ള പെർഫോമൻസാണ് സ്വന്തം രാജ്യത്തിന് വേണ്ടി കാഴ്ചവെച്ചത്. ഇറാനെ അവർ ആക്രമിച്ച് തറപറ്റിച്ചു. വൻ പെർഫോമൻസ് ആയിരുന്നു ബിബി നടത്തിയത്. പിന്നെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ ഇസ്രായേൽ 3 കേസുകളുടെ പേരിൽ വേട്ടയാടാൻ പാടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ശക്തമായി ആവശ്യപ്പെടുന്നു, ഇസ്രായേൽ അത് നിർത്തിക്കളയണം, ആ പരിപാടി അവസാനിപ്പിക്കണം. അതല്ലെങ്കിൽ ഒരു മാപ്പ് കൊടുക്കണം. ഒരു പ്രധാനമന്ത്രി, രാജ്യത്തിന് വേണ്ടി ഇത്രയും സേവനം നടത്തിയ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ആ കേസിൽ നിന്ന് മാപ്പ് കൊടുത്ത് ഒഴിവാക്കണം. ആ പോസ്റ്റിൽ തന്നെയുണ്ട് എന്താണ് ഈ യുദ്ധത്തിൻ്റെ പിന്നിലുള്ള കാര്യം എന്നുള്ളത്. കാരണം ഇദ്ദേഹത്തിനെതിരെ പല രീതിയിലുള്ള കേസ്, 2 ചീറ്റിംഗ് കേസും ഒരു അഴിമതി കേസുമാണുള്ളത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ 3ാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഗൗരവമുള്ള കേസാണ്. അതായത് ഒരു ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിക്ക് വേണ്ടി അദ്ദേഹം ടാക്സി വേഷം നടത്തുകയും ആ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിക്ക് തിരിച്ച് അവരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്നൊക്കെയാണ്. അതിൽ പല രീതിയിലുള്ള കേസുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കേസുള്ളപ്പോൾ നെതന്യാഹുവിനെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നമാണ്. 1. 2, നെതന്യാഹുവിൻ്റെ ഇപ്പോഴുള്ള മന്ത്രിസഭ അല്ലെങ്കിൽ സർക്കാർ ഒരുപാട് ചെറുകിട കക്ഷികളുടെ കോയലിഷനാണ്. അവരാണ് യഥാർത്ഥത്തിൽ യുദ്ധം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ സർക്കാരിൽ നിന്നുള്ള പിന്തുണ അവർ പിൻവലിക്കാതിരിക്കണമെങ്കിൽ ഗസയെ ബോംബ് ചെയ്തുകൊണ്ടേയിരിക്കുക, ഇറാനെ അടിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് നെതന്യാഹുവിന് മുമ്പിലുള്ളൊരു വഴി. മറ്റൊന്ന്, ഈ കേസുകളിൽ നിന്ന് പൊതുജന ശ്രദ്ധ തിരിച്ചുവിടുക. ഇത് രണ്ടുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള പരിഹാരമായിട്ടാണ് ട്രംപ് ഈ കാര്യം പറയുന്നത്. ഒന്നുകിൽ അദ്ദേഹത്തെ ആ കേസ് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഈ കേസുകളിൽ നിന്ന് മാപ്പ് കൊടുക്കുക. അത് നെതന്യാഹുവിൻ്റെ ആവശ്യമാണ്. അപ്പോൾ വേറൊരു സ്വതന്ത്ര പരമാധികാര രാജ്യത്ത് ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ അവിടെ നടക്കുന്നൊരു കേസിൽ ഒരു US പ്രസിഡന്റ് അഭിപ്രായം പറഞ്ഞ് ചരിത്രത്തിലാദ്യമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ മോദിക്കെതിരെ ഒരു കേസുണ്ടെന്ന് വരിക, അമേരിക്കൻ പ്രസിഡന്റ് അത് ഒഴിവാക്കണം എന്ന് പറയില്ലല്ലോ. അസാധാരണമാണ്. അത് ആദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് വേറൊരു രാജ്യത്തെ പ്രധാനമന്ത്രിക്കെതിരെയുള്ള കേസ് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ അസാധാരണമായ നീക്കം എന്തിനാണെന്ന് വെച്ചാൽ ട്രംപ് ഒരു പ്ലാൻ കൊണ്ടുവരുന്നുണ്ട്. ആ പ്ലാൻ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ഇറാനും ഇസ്രായേലും പരസ്പരം ആക്രമിച്ചു. അതിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതല്ല, ഒരു യുദ്ധത്തിൽ എത്ര പേര് കൊല്ലപ്പെട്ടു എന്ന് നോക്കിയാണ് യുദ്ധം ജയിക്കുന്നതെങ്കിൽ ഗസ എന്നേ തോറ്റിട്ടുണ്ട്. ഗസ എന്ന് പറയുന്ന പ്രദേശം എന്നേ തോറ്റു കഴിഞ്ഞു. കാരണം 50,000-ലധികം പേര് മരിച്ചു കഴിഞ്ഞു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടായിട്ടുള്ളത് ഇറാൻ തന്നെയാണ്. 600-ലധികം പേര് മരിച്ചിട്ടുണ്ട്. അവരെ സീനിയർ സൈനിക ഓഫീഷ്യൽസിനെ കൊന്നു. മറ്റൊന്ന്, അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വ്യാപ്തി എത്രയാണെന്നുള്ളത് വേറെ കാര്യം. ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഇപ്പോഴും ഇൻടാക്റ്റാണ് എന്നുള്ള വാർത്തകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ കൊണ്ടുവരുന്നു. CNN-ഉം വാഷിങ്ടൺ പോസ്റ്റും അത് റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപ് തൊട്ടുടനെ തന്നെ അവർക്കെതിരെ ഡിഫമേഷൻ കേസ് കൊടുക്കുകയാണ്. അപ്പോൾ ഡിഫമേഷൻ കേസിൽ പറഞ്ഞ കാരണം ഇത് വളരെ ഇൻ്റലിജൻസ് വിവരമാണ്, അങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്, നിങ്ങൾ എന്തിനാണ് അത് റിപ്പോർട്ട് ചെയ്തതെന്നാണ്. ഇത് പുറത്തുവിടാൻ പറ്റാത്ത വിവരമാണ്. അവിടെ കുഴപ്പമൊന്നുമില്ല. അവരെ ന്യൂക്ലിയർ ഫെസിലിറ്റിക്ക് ചെറിയ ക്ഷതമേ ഏറ്റിട്ടുള്ളൂ. അവരുടെ ഫോർട്ടിഫൈഡ് യുറേനിയം ഇപ്പോഴും ഇൻടാക്റ്റാണ്. അത് ഉപയോഗിച്ച് അവർക്ക് 1-2 ആഴ്ചയ്ക്കുള്ളിൽ വേണമെങ്കിൽ അവർക്ക് ആണവായുധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ രഹസ്യാന്വേഷണ വിവരം. അത് എന്തിന് പുറത്തു വിടുന്നുള്ളതാണ് ചോദ്യം. അപ്പം അങ്ങനെ ഒരു വിവരം പുറത്തു വരുന്ന ആർക്കാണ് പ്രശ്നം? ഇസ്രായേലിനാണ് പ്രശ്നം. കാരണം B-2 ബോംബർ വെച്ചിട്ട് ഇവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി അറ്റാക്ക് ചെയ്തതാണ് US. അതാദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് അത്രയും വ്യാപകമായിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി അമേരിക്ക ആക്രമിക്കുന്നു. അമേരിക്കയുടെ ഖത്തറിലുള്ള സൈനിക താവളം ഇറാൻ ആക്രമിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു തീരുന്നു. പിറ്റേന്ന് നമ്മൾ കാണുന്നത് വെടിനിർത്തലാണ്. ഇതെന്താണ് ഈ സംഭവിക്കുന്നത്? കാരണം
ഇങ്ങനൊരു വെടിനിർത്തൽ സാധ്യമാവുമായിരുന്നു. അങ്ങനെയാണ് അത് കുറച്ച് മുമ്പേ ആവുമായിരുന്നല്ലോ. എന്തിനാണ് ഈ വെടിനിർത്തലിലേക്ക് പോകുന്നത്? വെടിനിർത്തലിലേക്ക് പോകുന്നതിൻ്റെ കാരണങ്ങൾ ഒരുപക്ഷെ ഇനിയും പുറത്തു വരുമായിരിക്കും. കാരണം നമ്മളിപ്പോൾ 28 പേരാണ് ഇസ്രായേലിനകത്ത് മരിച്ചത്. പക്ഷേ ഇസ്രായേലുണ്ടായിട്ടുള്ള നാശനഷ്ടത്തിൻ്റെ വ്യാപ്തി അത് ചെറുതല്ല. അത് ചെറുതല്ല എന്ന് പറയാൻ കാരണം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സയൻറ്റിഫിക് ലാബറട്ടറിയാണ് വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് പൂർണ്ണമായും തകർന്നു പോയി. അപ്പോൾ തകർന്നു കഴിഞ്ഞാൽ 40ഓളം ലാബറട്ടറികളുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ക്രൗൺ ജുവൽ എന്ന് പറയാവുന്ന ഒരു ശാസ്ത്ര സ്ഥാപനമാണ്. അത് പൂർണ്ണമായും ഇറാൻ ആക്രമണത്തിൽ തകർന്നുപോയി. അപ്പോൾ അത് ആ ആക്രമണം നടക്കുന്നത് ഈ ഇറാനിലേക്കുള്ള സ്ട്രൈക്ക് നടക്കുന്നതിന് തിരിച്ചടിയായിട്ടാണ്. ആദ്യം ഇറാനെ ആക്രമിക്കുന്നതിന് തിരിച്ചടിയായിട്ടാണ് ഇറാൻ അത് ചെയ്യുന്നത്. ആ വിവരം പുറത്തു വരുന്ന ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇസ്രായേലിൽ നിന്ന് ആ വാർത്ത പുറത്തു വരുന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അവർ ഞങ്ങൾ തകർന്നു പോയെന്ന് അവരുടെ ശാസ്ത്ര സമൂഹം വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ഇനി വർക്ക് ചെയ്യാൻ ലാബറട്ടറി ഇല്ല. അപ്പോൾ പിന്നെ ഇറാൻ്റെ മിസൈൽ ആക്രമണങ്ങൾ ഇസ്രായേലുണ്ടാക്കിയിട്ടുള്ള ആഘാതം ഒരുപക്ഷെ ഈ യോം കിപ്പോർ യുദ്ധത്തിന് ശേഷം ഇസ്രായേലിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു സൈനികാക്രമണം തന്നെയാണത്. അപ്പോൾ ആര് യുദ്ധത്തിൽ ജയിച്ചു? ഞങ്ങൾ 600 പേരെ കൊന്നു, നിങ്ങൾ ഞങ്ങളുടെ 28 പേരല്ലേ കൊന്നുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ഈ ഇറാനെ സംബന്ധിച്ച് ഇസ്രായേൽ ഒരു ഇൻവിൻസിബിൾ ആയിട്ടുള്ള രാജ്യമല്ല. അവരുടെ ഇൻസൈഡ് ടെൽ അവീവ് അവർക്ക് ആക്രമിക്കാൻ കഴിയുന്നു എന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു ചെറിയ കാര്യമല്ല. എന്ന് മാത്രമല്ല, ആ യുദ്ധം നിലനിർത്തിക്കൊണ്ടു പോകുക എന്നുള്ള ഇസ്രായേലിനെ സംബന്ധിച്ചും വലിയ തോതിലുള്ള തിരിച്ചടികൾ ഇൻറ്റേർണലി അവർക്കുണ്ടാവും. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ പുറത്തുനിന്നും വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, സൈപ്രസ് എന്ന് പറയുന്ന രാജ്യമുണ്ട്. സൈപ്രസ് എന്ന് പറഞ്ഞാൽ തുർക്കിയുടെയും ഗ്രീസിൻ്റെയൊക്കെ അടുത്തായിട്ട് മെഡിറ്ററേനിയൻ കടലിലുള്ള ഒരു ഐലൻഡാണ്. സൈപ്രസ്. അപ്പോൾ ഈ സൈപ്രസിലേക്ക് വലിയ തോതിൽ ഇസ്രായേലിൽ നിന്നുള്ള കുടിയേറ്റം ഉണ്ടാകുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. അവിടെ ഒരു 15,000 ഇസ്രായേൽ പൗരന്മാർ അവിടെ ഭൂമി വാങ്ങിക്കഴിഞ്ഞു. അത് അവിടെ പ്രശ്നമാണ്. സൈപ്രസുകാരെ സംബന്ധിച്ച് ഇവരെന്തിനാണ് ഇവിടെ വന്ന് ഭൂമി വാങ്ങുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ നാളെ മുമ്പ് ഇസ്രായേലിലേക്കുള്ള അധിനിവേശം ഉണ്ടായതുപോലെ നാളെ സൈപ്രസിലേക്ക് വരും. കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഈ ആളുകൾ മുഴുവൻ അങ്ങോട്ട് വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഈ ആളുകളൊക്കെ അങ്ങോട്ട് പോകുന്നു. അത് എന്ന് മാത്രമല്ല, ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉള്ള ധാരാളം ഇസ്രായേലികൾ അവരുടെ മറ്റു രാജ്യങ്ങളിലേക്ക് 25,000 പേരെങ്കിലും ഇസ്രായേലിന് ആ യുദ്ധത്തിൻ്റെ സമയത്ത് പോയെന്നാണ് പറയുന്നത്. അങ്ങനെ ആളുകൾ പോവുക, ഇസ്രായേൽ വിട്ട് ഇസ്രായേൽ പൗരന്മാർ പോവുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് ഒട്ടും ഗുണകരമല്ല. അപ്പോൾ യുദ്ധം ചെയ്യുക എന്നുള്ളതല്ല, യുദ്ധം ഇസ്രായേലിന് എന്തുമാത്രം പരിക്കുണ്ട്. അപ്പോൾ ഒരു എക്സിറ്റ് പ്ലാൻ ഉണ്ടാക്കണം. ആ എക്സിറ്റ് പ്ലാനാണ് ട്രംപ് ഇപ്പോൾ നടപ്പാക്കുന്നതെന്ന്. നെതന്യാഹുവിനെ എന്ത് ചെയ്യണം? കുറ്റവിമുക്തനാക്കണം, ആ കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം. മറ്റു കാര്യം, അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അബ്രഹാം അക്കാഡിലൂടെ കൂടുതൽ രാജ്യങ്ങൾ ഇസ്രായേലുമായി ഡിപ്ലോമാറ്റിക് ടൈം ഉണ്ടാക്കും. അങ്ങനെ ഡിപ്ലോമാറ്റിക് ടൈം ഉണ്ടാക്കണമെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട രാജ്യം സൗദി അറേബ്യയാണ്. അവരതിന് സന്നദ്ധരായിരുന്നു. പക്ഷേ ഇസ്രായേൽ ഒരു ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന് ഇസ്രായേൽ അംഗീകരിക്കാത്തതുകൊണ്ട് മാത്രം അവർ മാറി നിൽക്കുകയാണ്. ട്രംപിൻ്റെ അടുത്ത പ്ലാൻ എന്താണ്? നിങ്ങൾ ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന് തയ്യാറാവണം, ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം വരണം, അപ്പോൾ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങൾ നിങ്ങളെ അംഗീകരിക്കും, അപ്പോൾ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് നിലനിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് ആ പ്ലാൻ. ആ പ്ലാൻ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ എത്രമാത്രം സ്വീകാര്യമാകും എന്നുള്ളതിൽ ഇപ്പോഴും സംശയമുണ്ട്. കാരണം അവരൊരിക്കലും ഒരു ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുകയില്ല. അതിനിപ്പോൾ വളരെ പരിമിതമായ നമ്മളിപ്പോൾ കാണുന്ന ഗസ സ്ട്രിപ്പും വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും ഉൾപ്പെടുന്ന ഒരു ചെറിയ ഭൂപ്രദേശമാണെങ്കിൽ പോലും അവരത് അംഗീകരിക്കും തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, സിയോണിസ്റ്റുകളുടെ പലപ്പോഴായിട്ടുള്ള മീഡിയ പ്രതിനിധികൾ നമുക്ക് കാണാം. അവർ ഇസ്രായേൽ രാഷ്ട്രം എന്ന് പറയുന്നത് ഇപ്പോൾ നാം കാണുന്ന ഇസ്രായേലല്ല, അത് അങ്ങ് ഇറാൻ മുതൽ ഇങ്ങ് സൗദി അറേബ്യ വരെ നീണ്ടു കിടക്കുന്ന കടലിനും നദിക്കുമിടയിലുള്ള വലിയ ഭൂപ്രദേശമാണ്. അവർ വിശാല ഇസ്രായേലാണ് അവർ സ്വപ്നം കാണുന്നത്. അപ്പോൾ ആ സ്വപ്നത്തെ തന്നെ തുരങ്കം വയ്ക്കുന്ന രീതിയിൽ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കാൻ തീവ്ര വലത് പാർട്ടികൾ, നെതന്യാഹുവിൻ്റെ ഘടകകക്ഷികളായ തീവ്ര വലത് പാർട്ടികൾ സമ്മതിക്കുമോ എന്നറിയില്ല. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഈ യുദ്ധത്തിൽ നിന്ന് എക്സിറ്റ് പ്ലാൻ, ഇറാൻ യുദ്ധത്തിൽ നിന്നും അപ്പോൾ ഈ 21 മാസമായി തുടരുന്ന ഗസ യുദ്ധത്തിൽ നിന്നും, നമുക്കറിയാം ഗസ സ്ട്രിപ്പിൽ 21 മാസമായി ബോംബുകൾ വർഷിക്കുക. ഒരുപക്ഷെ ഒരു ചെറിയ ഭൂപ്രദേശത്ത് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോംബ് വർഷിച്ചൊരു സ്ഥലമായിരിക്കും അത്. അത്രയധികം ബോംബിടാത്ത ഒരു ദിവസം പോലുമില്ല. എപ്പോഴും ആളുകൾ കൊന്നുകൊണ്ടിരിക്കുന്നു. ഭക്ഷണത്തിലേക്ക് നിൽക്കുന്നവരെ വെടിവെച്ച് കൊല്ലുന്നു. ഏതാണ്ട് 10-600 പേർ ഭക്ഷണത്തിലേക്ക് വീഴുന്നതിന് 10-600 പേരെ വെടിവെച്ച് കൊന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 21-ാം നൂറ്റാണ്ടിൽ നാം കാണുന്ന ആദ്യത്തെ, നമ്മൾ ലൈവായിട്ട് കാണുന്ന ആദ്യത്തെ വംശഹത്യയാണത്. അങ്ങനെ വംശഹത്യ എന്ന് പറയാവുന്ന ഒരു കൂട്ടക്കൊല അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും അവർക്ക് എക്സിറ്റ് വേണം. ഇത് കൊന്നുകൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവരെ മുഴുവൻ കൊന്ന് 21 ലക്ഷം മനുഷ്യരെ കൊന്നിട്ട് ഗസ ഇല്ലാതാക്കാൻ അവർക്ക് കഴിയില്ല. അത് അവർ തെളിയിച്ചതാണ്. അവർക്ക് തന്നെ അറിയാം, 21 ലക്ഷം മനുഷ്യരെയും കൊന്നിട്ട് ഗസ ഇവാക്യുവേറ്റ് ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ്. ഈ കൊലയിൽ നിന്ന് അവർക്ക് ഒരു എക്സിറ്റ് വേണമല്ലോ. അപ്പോൾ ട്രംപ് ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. എന്ത് ഇൻറ്റൻഷനോടെയാണെങ്കിലും ആ പ്ലാൻ നല്ലതാണ്. ആ പ്ലാനോടുകൂടി ഈ കൂട്ടക്കൊലകൾ അവസാനിക്കുമല്ലോ. അത് നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ എന്നർത്ഥത്തിൽ. പക്ഷേ അതിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെയാണ് പ്രശ്നം. കാരണം ഈ പ്ലാൻ ഉണ്ടാക്കുന്നത് ട്രംപ് ആയതുകൊണ്ട് തന്നെ അയാൾക്ക് തന്നെ അതിലെത്ര ഉറപ്പുണ്ടാവും. ഈ പ്ലാൻ ഇസ്രായേൽ എത്രമാത്രം അംഗീകരിക്കും, നെതന്യാഹുവിന് എത്രമാത്രം അംഗീകരിക്കാൻ കഴിയും എന്നുള്ളതൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷേ അപ്പോഴും ഇസ്രായേലിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു ബന്ദിയായിരുന്ന ഒരാൾ മരിച്ചു. അയാളുടെ ബോഡി കൊണ്ടുവന്ന് അടക്കിയിരുന്നു.
അപ്പോൾ ആ ബന്ദികൾ ബാക്കി വിട്ട് കിട്ടുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. നെതന്യാഹുവിനും ആ ഒരു ആവശ്യത്തെ അവഗണിക്കാൻ കഴിയില്ല. മിക്കവാറും ഒരു വെടിനിർത്തൽ ഉണ്ടായാൽ അത്രയും നല്ലത്. പക്ഷെ അതിലങ്ങനെ അത്ര നമുക്ക് ശുഭപ്രതീക്ഷ വയ്ക്കാൻ കഴിയില്ല. കാരണം രണ്ട് സൈഡിലും ഉള്ളത് വളരെ വോളറ്റൈൽ ആയിട്ടുള്ള രണ്ടുപേരാണ്. ഒരു സ്ഥലത്ത് ട്രംപും മറുവശത്ത് നെതന്യാഹു. നൗഫൽ, ഇറാനെതിരെ നടത്തിയ ആക്രമണം, അതിന് തൊട്ട് പിറകെ ഈ എബ്രഹാം ഉടമ്പടിക്കൊക്കെ അത് വിപുലപ്പെടുത്താനുള്ള നീക്കങ്ങൾക്കൊക്കെ നെതന്യാഹു മുൻകൈയെടുക്കാനുള്ള കാരണം എന്തായിരിക്കും? ഇപ്പോൾ ഇതിൽ നമുക്ക് സാധാരണ ഗസയെക്കുറിച്ച് എന്താ പറയുന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തെക്കുറിച്ച് എന്താ പറയുക, ഒക്ടോബർ 7 മുമ്പും ശേഷവും എന്നൊക്കെ പറയാറുണ്ട്. ഒക്ടോബർ 7 ശേഷമല്ല ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നമുണ്ടായത് എന്ന് എല്ലാവർക്കും അറിയാം. അതിനു മുമ്പ് എത്രയോ വർഷങ്ങളായി ഇത് നടക്കുന്നു. ഇപ്പം പക്ഷേ അത് കുറച്ചുകൂടി മാറ്റി പറയേണ്ട അവസ്ഥയിലേക്ക് എത്തി. കാരണം ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ആളുകൾ എന്ത് ചിന്തിക്കാൻ തുടങ്ങി, ഇപ്പം ഫലസ്തീനിൽ അല്ലെങ്കിൽ ഗസയിൽ നിരന്തരം ബോംബ് ഇടുമ്പോൾ ആളുകൾ ഫലസ്തീൻ്റെ കൂടെ നിൽക്കാതിരുന്ന ആളുകൾ ഇപ്പോൾ ആ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താണ്? ഇറാനുമായി നടത്തിയ സംഘർഷത്തിൽ, യുദ്ധത്തിൽ വലിയ നഷ്ടങ്ങൾ ഇസ്രായേലിന് സംഭവിച്ചു. അതൊരു ഈ പറയുന്ന എണ്ണത്തിലുള്ള നഷ്ടങ്ങളൊന്നുമല്ല. നേരെമറിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനും ഒപ്പം അമേരിക്കയ്ക്കും ഒരു എന്താ പറയുക, ഒരു പുതിയ ശാക്തിക ചേരികളൊക്കെ രൂപപ്പെടുന്ന രീതിയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അമേരിക്ക പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? അവരുടെ ബങ്കർ ബ്ലസ്റ്റർ ബോംബുകളൊക്കെ വീണിട്ടും ഒന്നും സംഭവിച്ചില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇൻ്റലിജൻസ് റിപ്പോർട്ട് വരികയാണ്. അപ്പോൾ സ്വാഭാവികം അമേരിക്കക്ക് പോലും ഒരു നാണക്കേട് എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ സ്വാഭാവികമായും ഇനി വരാനിരിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ചൈന, റഷ്യ, അതുപോലെ പല രാജ്യങ്ങളും ഇറാന് പിന്തുണയുമായി വരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യമൊക്കെ കണ്ടുകൊണ്ട് ഇത് അധികം വഷളായി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം പോക്കാണ് എന്ന് ഇസ്രായേലിന് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് അവർ പ്രധാനമായും ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് ഇങ്ങനെ അവസ്ഥയിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം അവർ തുടർച്ചയായി ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുന്നു, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന, ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന കുട്ടികൾ ഇപ്പോഴും വെടിവെച്ച് കൊല്ലുന്നു. അതവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഇനി അത് തുടരാവുന്നതേ ഉള്ളൂ. അവർക്ക് ആയുധങ്ങളുടെ ഒരു കുറവുമില്ല. ആ ആയുധങ്ങളൊക്കെ ഇനിയും പ്രയോഗിക്കാവുന്നതേ ഉള്ളൂ. ഒരു ചെറുത്തുനിൽപ്പില്ല. കഴിഞ്ഞ ദിവസം ഹമാസിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നതല്ലാതെ, കുറച്ച് ഇസ്രായേൽ പട്ടാളക്കാരെ വെടിവെച്ച് കൊന്നതല്ലാതെ വേറെ കാര്യമായ ആ രീതിയിലുള്ള ചെറുത്തുനിൽപ്പൊന്നും ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ മാറി ചിന്തിക്കാനുള്ള കാരണം ഇറാനുമായുണ്ടായ ഈ സംഘർഷം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വന്നില്ല. ഇറാൻ ആവശ്യപ്പെട്ടിട്ട് അവസാനിപ്പിച്ച ഒരു സംഘർഷം, ഒരു യുദ്ധമൊന്നുമല്ല. നേരെ മറിച്ച് ഇസ്രായേലും അമേരിക്കയും ആവശ്യപ്പെട്ടാണ് യുദ്ധം അവസാനിപ്പിക്കുന്നത്. മറ്റൊരു കാര്യത്തിൽ പറയേണ്ടത് ട്രംപിൻ്റെ ഇടപെടലാണ്. ട്രംപ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ പോലെ അല്ലല്ലോ. ഒരു പ്രസിഡന്റ് വേറെ ഏതെങ്കിലും രാജ്യത്തെ പ്രസിഡന്റിനെ പോലെയല്ല. അദ്ദേഹം സംസാരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ ട്വീറ്റല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം അതിന് പേരെന്താ, ട്രൂത്ത് സോഷ്യൽ വഴി കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെല്ലാം വ്യത്യസ്തമാണല്ലോ. വേറൊരു രാജ്യത്തലവനും ചെയ്യുന്ന കാര്യമല്ലല്ലോ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു വ്യാപാരിയാണ് സത്യത്തിൽ. അദ്ദേഹത്തിൻ്റെ ഡീലാണ് എല്ലാം നടന്നത്. എല്ലായിടത്തും നടന്ന് ഡീലിൽ വിജയിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ അദ്ദേഹത്തിനും വലിയ ഡീലുകൾ അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരിക്കും. ഇത് ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിന്. ആ യുദ്ധം അവസാനിപ്പിക്കുന്നത് കൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് മറ്റെന്തോ ലാഭം അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ട്രംപിൻ്റെ ഇടപെടൽ ആ രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇസ്രായേൽ ഞെട്ടിയിരിക്കുന്നു, പിന്നെ ഈ ട്രംപിൻ്റെ ഇടപെടൽ. പിന്നെ ഇതിൽ പ്രതിസന്ധി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഉടമ്പടി വരുമ്പോൾ എന്തായാലും അതിലൊരുപാട് വ്യവസ്ഥകളുണ്ടാവുമല്ലോ. ആ വ്യവസ്ഥകളൊക്കെ അംഗീകരിക്കാൻ കഴിയാത്ത ആളുകൾ ഫലസ്തീനിലും ഉണ്ടാകും, ഇസ്രായേലിലും ഉണ്ടാകും. ഫലസ്തീനിൽ ഇപ്പോൾ ഹമാസ് എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കരാറിൻ്റെ ഭാഗമായി ഹമാസിൻ്റെ ബാക്കിയുള്ള നേതാക്കളെ അല്ലെങ്കിൽ ഹമാസ് അനുകൂലികളെ ഫലസ്തീനിൽ നിന്ന് നീക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയിലേക്കാണ് ചർച്ചകൾ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ഡീലിന് ഹമാസ് തയ്യാറാകുമോ, അല്ലെങ്കിൽ ഹമാസ് അവിടെ തുടർന്ന് ഹമാസ് ചെറുത്തുനിൽപ്പ് തുടരുമോ എന്നുള്ള കാര്യമൊക്കെ ഇതിൻ്റെ ഭാവി എന്നുള്ളതിനെ നിർണ്ണയിക്കും. അതുപോലെ തന്നെ തീവ്ര വലതുപക്ഷ ആളുകൾ ഒരുപാട് ഉള്ള സ്ഥലമാണ് പിന്നെ ഇസ്രായേൽ. അവരെങ്ങനെ ഇതിനെടുക്കുമെന്നുള്ളത്. അപ്പോൾ ഈ പ്രതിസന്ധി കൂടി മറികടന്നാൽ മാത്രമേ ഇത് യാഥാർത്ഥ്യമാവുകയുള്ളൂ. നിലവിൽ ഇസ്രായേലും അമേരിക്കയും ഫലസ്തീനെ ഈ രീതിയിലേക്ക് പരിഗണിക്കാൻ അവർ ലക്ഷ്യമിടുന്നു. അതിനുള്ള കാരണം അവർക്കേറ്റ കനത്ത തിരിച്ചടിയാണ്. എന്തായാലും അജിംസും നൗഫലും സൂചിപ്പിച്ചതുപോലെ തന്നെ ലക്ഷ്യങ്ങൾ പലതുണ്ട്. പക്ഷേ സമാധാനത്തിനുള്ള എല്ലാ ശ്രമങ്ങളും സ്വാഗതം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഫലസ്തീൻ ജനതയ്ക്കും മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം അവർക്ക് ലഭിക്കുക തന്നെ വേണം.